ഒരു മാസം മുമ്പ് അവരോട് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ക്ലീൻ ചെയ്തില്ല. ഒരാഴ്ച കൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ദില്ലി ദർബാറിൻ്റെ ഹോട്ടലിൻ്റെ പിൻവശമാണിത്. ഫുള്ള് പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും മൊത്തം കൂട്ടിയിരിക്കുക. നോട്ടീസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവിടെ നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ചെമ്മാടിന്റെ ഹൃദയഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ 365 സുവർണ ദിനങ്ങൾ. ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് കിഴിലൻ ഓഫറുകളും ഒരു പിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള ഓരോ ദിവസത്തെയും പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു. ജൂലൈ 31 നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ 1ാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു. 2ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 3ാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ്. മെയ് 10 മുതൽ ജൂലൈ 31 വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം. ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തിയ ഹോട്ടൽ അടച്ചുപൂട്ടി ആരോഗ്യവകുപ്പ് അധികൃതർ. തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യവകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഹെൽത്തി കേരള പരിപാടിയുടെ ഭാഗമായി നടത്തിയ ആരോഗ്യ ശുചിത്വ പരിശോധനയിലാണ് ചേളാരിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ദില്ലി ദർബാർ അടച്ചുപൂട്ടിയത്. പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നതായി ബോധ്യപ്പെട്ട 3 സ്ഥാപനത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തു. അശാസ്ത്രീയമായ മാലിന്യ നിർമ്മാർജ്ജനം, ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡില്ല, കുടിവെള്ളം ടെസ്റ്റ് റിസൾട്ട് ഇല്ല, ജീവനക്കാരുടെ വ്യക്തിശുചിത്വം ഇല്ലായ്മ തുടങ്ങിയവ കണ്ടെത്തിയതിനെ തുടർന്നാണ് ചേളാരിയിൽ പ്രവർത്തിക്കുന്ന ഹോട്ടൽ ദില്ലി ദർബാർ അടച്ചുപൂട്ടിയത്. കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം അടച്ചുപൂട്ടുന്ന 6ാമത്തെ സ്ഥാപനമാണിത്. കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023 പ്രകാരം വിവിധ വകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയത്. കടയുടെ പിറകിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥയായിരുന്നു. കൂടാതെ ഇവിടെ നിന്നും ഒഴിവാക്കുന്ന മലിനവെള്ളം തളം കെട്ടി കിടക്കുകയുമായിരുന്നു. കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുകയും ചെയ്തിരുന്നു. നേരത്തെ 1 മാസം മുമ്പ് ഇവിടെ പരിശോധന നടത്തിയപ്പോൾ മാലിന്യം കണ്ടതിനെ തുടർന്ന് ഒരാഴ്ച കൊണ്ട് മാലിന്യം നീക്കാൻ നോട്ടീസ് നൽകിയിരുന്നു. അന്ന് ഹരിത കർമ്മസേനയ്ക്ക് കൈമാറുമെന്നായിരുന്നു ഹോട്ടൽ അധികൃതർ പറഞ്ഞിരുന്നത്. എന്നാൽ 1 മാസത്തിനു ശേഷം വീണ്ടും പരിശോധനയ്ക്കെത്തിയപ്പോൾ മാലിന്യം കുമിഞ്ഞുകൂടി കിടക്കുകയായിരുന്നുവെന്ന് തേഞ്ഞിപ്പാലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞു. 1.5 മാസം മുമ്പ് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ട് ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും ഒന്നിച്ചിട്ടിരിക്കുക. കഴിഞ്ഞ കണ്ടോ, ഒരു മാസം മുമ്പ് അവരോട് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ക്ലീൻ ചെയ്തില്ല. ഒരാഴ്ച കൊണ്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. ദില്ലി ദർബാറിൻ്റെ ഹോട്ടലിൻ്റെ പിൻവശമാണിത്. ഫുള്ള് പ്ലാസ്റ്റിക്കും ഫുഡ് വേസ്റ്റും മൊത്തം കൂട്ടിയിരിക്കുക. നോട്ടീസ് കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അവിടെയൊക്കെ പിന്നെ അവിടെയൊക്കെ പ്രശ്നം. ഭക്ഷണ മാലിന്യവും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട അവസ്ഥയിലായിരുന്നു. കൂടാതെ അടുക്കളയുടെ പിൻവശത്ത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൂട്ടിയിട്ട് കത്തിച്ചതായും കണ്ടെത്തി. 30ഓളം പേർ ജോലി ചെയ്യുന്ന കടയിൽ 4 പേർക്കാണ് ഹെൽത്ത് കാർഡ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഹെൽത്ത് കാർഡില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി. കുടിവെള്ള സാമ്പിൾ പരിശോധനാ റിപ്പോർട്ടും സ്ഥാപനത്തിൽ ഇല്ലായിരുന്നു. ഇത്തരത്തിൽ പൊതുജനാരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്നും നോട്ടീസ് നൽകിയിട്ടും യാതൊരു നടപടിയും എടുക്കാത്തതിനുമാണ് ഹോട്ടൽ അടച്ചുപൂട്ടിയതെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർ ദിവസങ്ങളിലും പരിശോധനകൾ കർശനമാക്കുമെന്നും 2023 പൊതുജനാരോഗ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമുള്ള അടച്ചിടൽ നടപടികൾ, ഫൈൻ ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ലൈസൻസ്, കുടിവെള്ള സാമ്പിൾ പരിശോധനാ റിപ്പോർട്ട്, ഹെൽത്ത് കാർഡ് എന്നിവ ലഭ്യമാക്കാത്ത ഭക്ഷണശാലകളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. തേഞ്ഞിപ്പലം പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് KM, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ റീന നായർ, ജയൻ KM, അമൃത EH, പഞ്ചായത്ത് സ്റ്റാഫ് പ്രിയ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.